നമ്മൾ ഈ പശുക്കിടാങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് എണീറ്റ് നടക്കണം, നമ്മൾ കണ്ടിട്ടില്ലേ? അതേപോലെ ഒട്ടുമിക്ക മൃഗങ്ങളും ഒരു 2-3 മാസം കൊണ്ട് തന്നെ പൂച്ചയാണേലും പട്ടിയാണേലും ഒക്കെ അതുങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനും സ്വയം ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങി അതുങ്ങളുടെ കാര്യം നോക്കി പോകും അല്ലേ? മനുഷ്യ കുഞ്ഞുങ്ങളാണെങ്കിലോ ഒരു 3-4 വയസ്സ് വരെ അതുങ്ങളെ നമ്മൾ ഇങ്ങനെ താലോലിച്ച് ഓമനിച്ച് കൊണ്ടു നടക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ അവരെ സ്കൂളിൽ കൊണ്ട് ചേർക്കും. അതുവരെ ഈ കുഞ്ഞ് 3 വയസ്സ് വരെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആയിരിക്കും അവർ, അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയോ അവരുടെയൊക്കെ കൂടെ ആയിരിക്കും ഇല്ലേ? അത് കഴിയുമ്പോൾ നമ്മൾ സ്കൂളിൽ വിട്ട് കഴിയുമ്പോൾ അവർ ടീച്ചേഴ്സിൻ്റെ കൂടെയായി, അവരുടെ ഒരു സമപ്രായക്കാരായ കുഞ്ഞുങ്ങളുടെ കൂടെയായി പിന്നെ അവരുടെ ജീവിതം. അപ്പോൾ എപ്പോഴും ഇനി ആരുടെയെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ ഈ മക്കൾ വളർന്നു പോകുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? എപ്പോഴും ഉണ്ട് ആരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ അവർക്ക് സ്വയമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് മിക്ക മക്കളും വളർന്നു വരുന്നത്. അത് കഴിഞ്ഞ് കൗമാരമാകുമ്പോഴും ടീച്ചേഴ്സിൻ്റെ കൂടെ തന്നെയായി. അപ്പോൾ അവരുടെ ആ പിയർ ഗ്രൂപ്പിൽ, അതായത് കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും അവർ അധിക സമയം, അങ്ങനെയാവും. അപ്പം മാതാപിതാക്കൾ എന്നാ കാണിക്കുന്നത് വെച്ചാൽ പിള്ളേരുടെ കൂട്ടും കൂടി കിടക്കുമല്ലേ, അവരുടെ കൂടെ കൂട്ടുകൂടി കിടക്കട്ടെ എന്നുള്ള രീതിയിൽ അവരെ ശ്രദ്ധിക്കാതെ ആകുകയും ചെയ്യും. അപ്പം മിക്ക മാതാപിതാക്കളും അവർ കാശുണ്ടാക്കുക, അല്ലെങ്കിൽ എന്നാ പറയുക ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക, മക്കളെ ശ്രദ്ധിക്കാനൊന്നും ഒരു സമയവും ഇല്ല. ഏതെങ്കിലും പിള്ളേരൊരു ഏകാന്തത അനുഭവിക്കും. അതായത് എപ്പോഴെങ്കിലും സ്കൂൾ വിട്ട് വരുന്നു, അപ്പോഴും മാതാപിതാക്കൾ വന്നിട്ടില്ലായിരിക്കും. അപ്പോൾ ആ സമയത്ത് അവർ ട്യൂഷന് പോകുന്നു. അത് കഴിയുമ്പോൾ അവരിങ്ങനെ ഓരോ കാര്യത്തിലിങ്ങനെ ബിസി ആയിട്ട് ഈ മക്കളിങ്ങനെ ഏകരായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. മാതാപിതാക്കൾ അവരുടെ ഓഫീസ് പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ അവരും ഇങ്ങനെ നടക്കും. അങ്ങനെ കുറേ കഴിയുമ്പോൾ ഈ മക്കൾ അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള, അതായത് അവരുടെ സമപ്രായക്കാരുമായിട്ട് അവരങ്ങ് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടിലേക്ക് വരും. അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ പറയാനും, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ പങ്കുവെക്കാനും ഈ സമപ്രായക്കാരായ കൂട്ടുകാർ മാത്രമേ ഉള്ളൂ. അവർക്ക് ടീച്ചേഴ്സിനോട് പോലും പറയാൻ പറ്റില്ലാത്തൊരവസ്ഥയാവും ഇല്ലേ? അപ്പം അവർ പറയുന്നത് ആരാ? ഈ സമപ്രായക്കാരായ കൂട്ടുകാരോടാണ്. അപ്പം പറ്റുന്ന ഒരു കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തലത്തിൽ തന്നെയല്ലേ മറ്റേ കൂട്ടുകാരും ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും അവർ പറഞ്ഞു കൊടുക്കണേന്നെ അവരുടെ ആ ലെവലിൽ നിന്നിട്ടേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ കൂട്ടുകാർ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ കണ്ടില്ലെങ്കിൽ ചോദിക്കും, എടാ നീ ഇന്നലെ എവിടെ പോയതായിരുന്നു എന്നിങ്ങനെ ചോദിക്കും ഇല്ലേ? അല്ലെങ്കിൽ നിനക്ക് എന്നാടാ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കും. അതേപോലെ എന്തെങ്കിലും കൂട്ടുകാർക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ ഉടനെ നമ്മൾ അവൻ എന്തെങ്കിലും മോശമായിട്ട് ആരെങ്കിലും പറയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂട്ടുകാരോട് പറയുമോ, ഇതെല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ട് നിന്നിട്ട് അവരെ എതിർക്കണ കണ്ടിട്ടില്ലേ? നമ്മൾ കണ്ടില്ലേ? പിന്നെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരു ഒറ്റക്കെട്ട കൂട്ടം, സമപ്രായക്കാരെന്ന് വെച്ചാൽ ഒറ്റ കൈയായിരിക്കും, ഒറ്റ കൂട്ടായിരിക്കും അവർ. അപ്പം എന്നാന്ന് പറയണേ, അങ്ങനെയുള്ള ഗ്യാങ്ങിലേക്ക് ഈ പിള്ളേരുടെ മനസ്സ് കൂടുതൽ അങ്ങ് അടുക്കും. അപ്പം അവർക്ക് അവരുടെ കൂടെ ഇരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട് അവർക്ക് അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം പങ്കുവച്ചിരിക്കും. എന്നാൽ മാതാപിതാക്കളുമായിട്ട് ഈ മക്കൾ അധികം കാര്യങ്ങളൊന്നും പറയാനും വരില്ല. മാതാപിതാക്കളുടെ അടുത്ത് എന്നാന്ന് പറയണേ ഒരു സ്നേഹവും കാണിക്കാത്ത മക്കളായിട്ട് വളരും. കാരണം കൂടുതൽ സ്നേഹം കാണിക്കുന്നത് കൂട്ടുകാരോടായിരിക്കും. കാരണം കൂട്ടുകാരാണ് അവരുടെ കൂടെ ഏത് സമയം ഇരിക്കുന്നതും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നതും ഒക്കെ കൂട്ടുകാരായിരിക്കും ഇല്ലേ? അപ്പം അങ്ങനെ ഒരു ഇതിലേക്ക് അവരങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ മാതാപിതാക്കൾ ഇന്ന് സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും പുറത്തു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവർ ഒന്നും പറയാതെ വരുന്നു. മാതാപിതാക്കളോട്ട് ചോദിക്കുന്നുമില്ല. ആ സമയത്ത് കൂട്ടുകാരിരുന്ന് ചോദിക്കും, അവർ മണിക്കൂറുകളോളം സംസാരിക്കും. അപ്പോൾ ഇവരിലുള്ള ദുഃഖങ്ങളാണേലും സന്തോഷങ്ങളാണേലും അവർ പരസ്പരം പങ്കുവെക്കുകയും ഒക്കെ ചെയ്യും. അതാണ് ഈ പിയർ ഗ്രൂപ്പിൽ പെടുന്നവരുമായിട്ടുള്ള ഈ ബന്ധത്തിൻ്റെ ഒരു കാതലായ കാര്യം ഇതാണ്. ആ സമയത്ത് വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചില സമയം ഈ മാതാപിതാക്കൾ മുത്തശ്ശന്മാരും മുത്തശ്ശിയായിട്ടൊക്കെ ഒരു വഴക്കും കൂടെ ഉണ്ടാകുന്ന സന്ദർഭവും കൂടെ ആണെങ്കിൽ അത് ഈ കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് ഒത്തിരി ബാധിക്കും. അവരപ്പം പിന്നെ ഒന്നും കൂടെ വീട്ടിൽ നിന്ന് അകലാൻ ശ്രമിക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒക്കെ ആ ഗ്രൂപ്പിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടിയിട്ടാണ് അവർ പിന്നെ ആ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അധികം അടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങും. അങ്ങനെ പിന്നെ ഉള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കാരണം ചീത്ത ഏത് നല്ലത് ഏതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത മാതാപിതാക്കൾക്കൊട്ട് സമയവും കിട്ടില്ല. അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനുള്ള സമയം, കാരണം അവരും വളരുന്ന പ്രായം, അവർക്കൊന്നും മനസ്സിലാകുന്നില്ല ഇല്ലേ? അപ്പം അതും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ചെന്നെത്തുകയും ചെയ്യും. അപ്പം
അപ്പം നമ്മൾ മാതാപിതാക്കൾ എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? നമ്മൾ മാതാപിതാക്കൾ മക്കളെ എങ്ങനെയാണോ നമ്മൾ കുഞ്ഞിലെ നമ്മുടെ മക്കളെ മടിയിൽ വെച്ച് ലാളിച്ചും ഓമനിച്ചും വളർത്തിയതെന്ന് വെച്ചാൽ അത് തന്നെ നമ്മൾ മക്കളെ ഒരു പ്രായമാകുന്നവരെ, പ്രായമായാലും നമ്മൾ അതുപോലെ ഓമനിക്കാൻ ശ്രമിക്കുക. മടിയിൽ വെച്ചില്ലേലും ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒരു ഉമ്മ കൊടുക്കാനോ ഒക്കെ മക്കളോട് ശ്രമിക്കുക. അപ്പം മക്കൾക്ക് മനസ്സിലാകും നമുക്ക് നമ്മളോ അച്ഛനും അമ്മയ്ക്കുമുള്ള സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അവരുടെ സമപ്രായക്കാരോടുള്ള കൂട്ടിനേക്കാളും കൂടുതൽ സ്നേഹം നമ്മുടെ അച്ഛനോടും അമ്മയോടും വരും. എല്ലാ കാര്യങ്ങളും അച്ഛനും അമ്മയും തുറന്ന് സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും എന്നാ ഉണ്ടെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ മക്കൾ കൂടുതൽ നമ്മളിലേക്ക് അടുത്തു വരാൻ ശ്രമിക്കും. അത് ആദ്യമേ തൊട്ട് തന്നെ നമ്മൾ അങ്ങനെ ആയിരിക്കണം. അല്ലാണ്ട് ഇടയ്ക്ക് കൊണ്ട് കതിരെ വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയും പോലെ ഇടയ്ക്ക് കൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ആദ്യം തൊട്ട് തന്നെ നമ്മളെ മാതാപിതാക്കളും മക്കളും അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി വരും. എല്ലാ കാര്യങ്ങളും പറയുക, എല്ലാം എന്നാന്ന് പറയുക, എന്ത് അവൻ ചെയ്താലും അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ പഠിക്കുമ്പോഴുണ്ടല്ലോ ആ മക്കൾ നല്ല മിടുക്കന്മാരായിട്ട് വളർന്നു വരും. അല്ലാതെ അവനെ ഒറ്റപ്പെട്ടവനായിട്ട് അവൻ്റെ മനസ്സിലേക്ക് എന്നു പറയുന്നത് ഒരു ഏകാന്തത അനുഭവിക്കുമ്പോഴാണ് അവൻ മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാൻ അധികവും പോകുന്നത്. എന്ത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം. എല്ലാ കാര്യങ്ങളും അമ്മമാരും അച്ഛന്മാരും അവനോട് ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. അവന് വേണ്ടിയിട്ട് കളിക്കാനും എന്തെങ്കിലും കളികളാണെങ്കിലും ആ കളിയൊക്കെ കളിക്കാനും ഒരു മുറ്റത്തൊക്കെ ആണെങ്കിലും ഷട്ടിൽ കോർട്ട് കെട്ടി കളിക്കുകയോ അല്ലെങ്കിൽ ഇഷ്ടമോ ഷട്ടിൽ കളിക്കുകയോ അല്ലെങ്കിൽ ചീട്ട് കളിക്കുകയോ എന്താ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതുപോലത്തെ ചെറിയ കളികളിലൊക്കെ കൂടുക. അല്ല ഡാൻസ് കളിക്കാനാണ്, അത് പാട്ട് പാടാനാണ്, അത് അന്താക്ഷരി കളിക്കാനാണെങ്കിൽ എന്നാന്ന് വെച്ചാൽ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ മാതാപിതാക്കളും കൂടെ മക്കളുടെ കൂടെ കൂടുക. അപ്പം മക്കൾക്ക് നമ്മളുടെ ഭയങ്കര ഒരു അടുപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരും. മക്കളും അച്ഛനും അമ്മയായിട്ടൊരു നല്ല അടുപ്പം അങ്ങോട്ട് വരും. അപ്പം അവർക്ക് വേറെ ഒരു ചിന്ത ആ കുട്ടികളുടെ മനസ്സിലും ഉണ്ടാവില്ല. അച്ഛനും അമ്മയായിരിക്കും ഏറ്റവും നല്ല കൂട്ടുകാർ. ഇനി ഗ്രാൻഡ് പേരൻസിൻ്റെ കുഴപ്പങ്ങൾ ഞാൻ പറയാം. ഗ്രാൻഡ് പേരൻസിന് എപ്പോഴും വഴക്ക് പറയാനും ഒക്കെ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. കാരണം അച്ഛനും അമ്മയായിട്ട് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗ്രാൻഡ് പേരൻസ് എന്നാ കാണിക്കും, ആ അച്ഛൻ്റെ അമ്മയുടെ കുറ്റങ്ങൾ ചിലർ പറഞ്ഞു കൊടുക്കും. ചിലർ അങ്ങനെ ആയിരിക്കില്ല. ചിലർ അവരുടെ വഴക്കിൻ്റെ ഇത് കുഞ്ഞുമക്കളുടെ അടുത്തും ചിലപ്പോൾ പ്രകടിപ്പിച്ചു എന്ന് വരും. അങ്ങനെയുണ്ട്. പിന്നെ ചില ഗ്രാൻഡ് പേരൻസ് നല്ല രീതിയിൽ മക്കളെ നോക്കുന്നവരുണ്ട് കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല, ചിലർ നന്നായിട്ട് മക്കളെ നോക്കുന്ന ഗ്രാൻഡ് പേരൻസും ഉണ്ട്. അങ്ങനെ ഉണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഒരു പരിധി വരെയല്ലേ, കുറച്ച് സമയമൊക്കെ അല്ലേ അവർക്ക് പോയിരിക്കാൻ പറ്റുകയുള്ളൂ. എപ്പോഴും ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒരു രാവിലെ തൊട്ടൊരു 4 മണി വരെ ഒക്കെ അല്ലേ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, 9 മണി തൊട്ടൊക്കെ പോയിരിക്കാനല്ലേ പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെയും നമ്മുടെ പേരൻസിൻ്റെ അടുത്തല്ലേക്ക് തന്നെ. അപ്പം നമ്മൾ ഈ 3 കൂട്ടരും കൂടെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു നന്നായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമിക്കേണ്ട അച്ഛനും അമ്മയാണ്. അച്ഛനും അമ്മയും എപ്പോഴും ഒരു കൂട്ടുകാരെ പോലെ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുക എന്ത് കാര്യങ്ങളിലും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ നല്ല മിടുക്കന്മാരായിട്ട് നമ്മളോട് പിയർ ഗ്രൂപ്പിനോട് പറയുമ്പോൾ നമ്മളോടെല്ലാം കഥയും പറയുന്ന ഒരു മക്കളായിട്ട് വളർന്നു വരും. ഓക്കേ.